ഞാൻ റിട്ടയർഡ് SP സക്കറിയ ജോർജ് നമുക്കൊപ്പം. ശ്രീ സക്കറിയ ജോർജ്, ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ചർച്ചയിൽ പങ്കെടുക്കേണ്ട രണ്ടുപേരായിരുന്നു അവർ. ഒരാളെ രക്ഷിച്ചു കൊണ്ടുവരികയാണ്. ഇത് നേരത്തെ തന്നെ ഇപ്പോൾ പറഞ്ഞു കേട്ടില്ലേ, മുടുപുതിരി സ്റ്റേഷനിലെ SI ഇങ്ങനെയാണ് പറഞ്ഞിരുന്നത് ആദ്യമേ തന്നെ. ഇതൊരു വാർത്ത പുറത്തു വരുമ്പോൾ ഒരു ആശ്വാസത്തിലാണ്. ഇനി കേരള പോലീസിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാലേ ഉള്ളൂ. കർണാടക പോലീസിനെ വിശ്വസിക്കുന്നേ ഇല്ല എന്നൊരു പരാതിക്കാരൻ പറയുകയാണ്. ഇതൊരു ഇന്റർസ്റ്റേറ്റ് വിഷയമൊക്കെയാണ്. എന്ത് ചെയ്യാൻ കഴിയും? അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു സാഹചര്യമാണോ? ഇത്രയേറെ സ്വാധീനമുള്ള ഒരു കേസിൽ എന്ത് ചെയ്യാൻ കഴിയും? തീർച്ചയായിട്ടും പിന്നെ ഇവിടെ കേസെടുക്കാം. കാര്യം 0 FIR എന്ന് പറഞ്ഞ ഒരു സർക്കുലർ ഇറങ്ങിയിട്ടുണ്ട്. അത് ലളിതകുമാരി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് UP കേസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു ജഡ്ജ്മെൻ്റ് ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയിൽ എവിടെ നടന്നാലും ഒരു പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിൽ കേസെടുക്കാം. അവരുടെ സേഫ്റ്റിക്ക് സുപ്രീം കോടതിയുടെ ദീർഘവീക്ഷണം കൊണ്ട്. കാര്യം ഇതുപോലെ തന്നെ ഈ രാജ്യത്ത് ഒത്തിരി അപകടങ്ങളുള്ള പല സ്റ്റേറ്റുകളും ഉണ്ട്. ആഫ്രിക്കയിലെ ഇരുണ്ട ഭൂഖണ്ഡത്തിലെ ഇരുണ്ട നാട് പോലെ ഇരുണ്ട സംസ്ഥാനങ്ങളൊക്കെ ഇന്ത്യയിലുണ്ട്. സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്രയും വർഷമായിട്ടും നമ്മളിങ്ങനെയൊക്കെ തന്നെയാണ് പോകുന്നത്, അല്ലെ അതിലും വേഴ്സായിട്ട് വരുന്നു. കാരണം സ്വാതന്ത്ര്യ സമരത്തിലുണ്ടായിരുന്ന രാഷ്ട്രീയക്കാരൊക്കെ രാജ്യസ്നേഹവും അതുപോലെ മാന്യതയുള്ളവരായിരുന്നു. ഇപ്പോൾ ഉള്ളവരെല്ലാം പൊതുവെ ഗ്രീഡിയാണ്. ഈ കിട്ടുന്ന സമയത്ത് കാശുണ്ടാക്കുക, അത് ഗുണ്ടകളോട് ചേർന്നാന്നേലും സ്വർണ്ണക്കള്ളക്കടത്ത്, അല്ലെങ്കിൽ അതുപോലുള്ള ഹവാല, അതുപോലെ തന്നെ മയക്കുമരുന്ന് കടത്ത്, ഇതൊക്കെ ആയി ചേർന്നിട്ട് ഇവരെല്ലാം കാശുണ്ടാക്കുന്നുണ്ട്. കിട്ടുന്ന അധികാര സമയത്ത് ഉണ്ടാക്കുക എന്നുള്ളത്. അതിപ്പം കർണാടകയിൽ ചെല്ലുമ്പോഴേ അവിടെ ഖനി മുതലാളിമാര്, നമുക്കറിയാം റെഡ്ഡിമാരുടെയൊക്കെ ഇഷ്യൂസൊക്കെ നമുക്കറിയാം. അപ്പം ഈ പറയുന്ന മാഫിയ ഇന്ത്യ മൊത്തം സ്പ്രെഡ് ചെയ്ത് കിടപ്പുണ്ട്. പിന്നെ ഭാഗ്യത്തിന് കേരളത്തിലെ പോപ്പുലേഷൻ ഡെൻസിറ്റി കൂടുതലുള്ളതുകൊണ്ട്, ജനനിബിഡമായ ആയതുകൊണ്ട് കുറേ ക്രൈംസൊക്കെ ഇല്ലാതാകുന്നു ജനങ്ങളുള്ളത് കൊണ്ട്. പിന്നെ കുറച്ച് സാക്ഷരതയും നമ്മൾ പറയുന്നു. പക്ഷേ സാക്ഷരത പറയുമ്പോൾ എഴുതാനും വായിക്കാനും അല്ല, ലീഗൽ ലിറ്ററസിയും നമ്മുടെ അവകാശങ്ങളെ പറ്റിയുള്ള ബോധ്യവും വേണം. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് അത്രയും പ്രശ്നമില്ല. പക്ഷേ എന്തായാലും ഇവിടെ ഒരു 0 FIR പോയി മൊഴിയും കൊടുക്കണം. ചിലപ്പം പോലീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കും. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് തന്നെ ഒരു പെറ്റീഷൻ വിത്ത് അക്നോളജ്മെൻറ്റ് കാർഡ് വെച്ചിട്ട് കൊടുക്കണം. അത് കൊടുത്ത് തരുന്നില്ല എങ്കിൽ 0 FIR ഞാൻ ഇവർക്ക് വേണമെങ്കിൽ എൻ്റെ 0 FIR സർക്കുലറുണ്ട്, ഞാൻ എൻ്റെ കോപ്പി ഇട്ട് കൊടുക്കാം. അത് വെച്ചുകൊണ്ട് കേരള ഹൈക്കോടതി തന്നെ 0 FIR ഇവിടെ ഇടിയിപ്പിക്കണം. ഇവിടെ ഇടിയിപ്പിച്ചിട്ട് അവർ കർണാടകയ്ക്ക് അയച്ചു കൊടുത്തോട്ടെ. കാര്യം മരിച്ചത് ഇവിടുത്തെ ഒരു വ്യക്തിയാണല്ലോ. കേരള സംസ്ഥാനത്തിനകത്തുള്ള ഇവിടുത്തെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഇവിടുത്തെ പോലീസിന് ഉത്തരവാദിത്വമുണ്ട്. ശ്രീ സക്കറിയ ജോർജ്, ഇതിൽ ഞാൻ ചോദിക്കുന്നത്, ആക്ഷൻ കൗൺസിലിനെ സംബന്ധിച്ചിടത്തോളം പോലീസിന് വിശ്വാസമില്ല. പക്ഷേ ഏതെങ്കിലും ഒരു അന്വേഷണ സംഘം വരാതെ മണ്ണ് മാന്തിയുള്ള പരിശോധന പോലും നടക്കില്ല. അങ്ങനെയുള്ള നിരന്തരമായിട്ടുള്ള ആവശ്യം പ്രമാണിച്ചാണ് SIT വരുന്നത്. SIT പക്ഷേ കർണാടക അപ്പോയിന്റ് ചെയ്ത SIT, പോലീസ് ഇങ്ങനെ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു സ്ഥലത്ത് SITക്ക് എന്ത് ചെയ്യാൻ കഴിയും? കൃത്യമായ രീതിയിലൊരു പരിശോധന, ഒരു സ്വാധീനങ്ങളും ഇഫക്റ്റ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇതിനെ മറികടന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ യഥാർത്ഥത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് കഴിയുമോ? ഈ പ്രത്യേക അന്വേഷണ സംഘം എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും അതൊക്കെ ഒരു ഐ വാഷിംഗ് പരിപാടിയാണ്. ആരെങ്കിലും കൊള്ളാവുന്ന 1-2 പേരെ എടുക്കും. പിന്നെ ഭരണത്തിലിരിക്കുന്നവരുടെ ശിൽബന്ധികളായ അവരെ കൂടെ ഒക്കെ കയറ്റി കേസ് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ അത് മഹാകേരളത്തിൽ നടക്കുന്നുണ്ട്. അപ്പം പിന്നെ ഇതിനേക്കാളും മോശമായ കർണാടകയെ പറ്റി നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. മാത്രമല്ല, സുപ്രീം കോടതി പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിനകത്ത് 2006 ഏതാണ്ട് 20 വർഷം മുമ്പ് പറഞ്ഞു, പോലീസ് ഹാവ് ബിക്കം മിയർ ടൂൾസ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ദി അൺസ്ക്രൂപ്പുലസ് പൊളിറ്റിക്കൽ മാസ്റ്റേഴ്സ്. തത്വദീക്ഷയില്ലാത്ത രാഷ്ട്രീയക്കാരുടെ അടിമകളായി മാറിയിരിക്കുന്നു പോലീസ്, അവരുടെ കയ്യിലെ വെറും ടൂളാണെന്ന്. അപ്പോൾ പോലീസ് ഹാസ് ബീൻ മേഡെന്ന് വേണേൽ കറക്റ്റ് ചെയ്യാൻ. ബിക്കം അല്ല, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും ഇതുപോലെ അടിമത്വവും വൃത്തികേടും കാണിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹമില്ല. പക്ഷേ ഈ ഗ്രീഡിയായി പണത്തോട് കൂടുതൽ ആഗ്രഹമുള്ളവരും അധികാരമൊക്കെ വേണമെന്ന് ചിന്തിക്കുന്നവരുമാണ് രാഷ്ട്രീയക്കാരോട് ചേർന്ന് ഈ ലോക്കൽ പോലീസിൽ ഇരുന്ന് കസേരയിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നവർ. അല്ലാത്തവർക്ക് എവിടെയെങ്കിലും സ്വസ്ഥമായിട്ടിരുന്ന് ജീവിച്ച് അവർക്ക് തീർച്ചയായിട്ടും ശ്രീ സക്കറിയ ജോർജ്, ഞാൻ വരാം. ആക്ഷൻ കൗൺസിൽ